ഖലഖം മിൻ ബഅദി ഖൽഖിൻ ഫീ ദുലുമാതിൻ സലാസിൻ ദാലികുമുല്ലാഹു റബ്ബുക്കും. കണ്ടോ, ദാലികുമുല്ലാഹു റബ്ബുക്കും. ആരാ റബ്ബ്? 3 ഇരുട്ടറകൾക്കുള്ളിൽ നിങ്ങളെ വളർത്തിയ. എന്താണ് ഈ 3 ഇരുട്ടറ? അതിൽ വിശുദ്ധ ഖുർആൻ 39-ാം അധ്യായം 6-ാമത്തെ വചനത്തിൽ പറയാണ്, മാതാവിന്റെ വയറാകുന്ന ഭിത്തി, ഗർഭപാത്രത്തിന്റെ 2-ാമത്തെ ഭിത്തി, ആംനിയോ കോറിയോൺ പാട ഉൾക്കൊള്ളുന്ന 3-ാമത്തെ ഭിത്തി. വിശുദ്ധ ഖുർആന്റെ പ്രയോഗം എന്താണ്? 1400 വർഷങ്ങൾക്ക് മുമ്പ് അക്ഷരജ്ഞാനമില്ലാത്ത പ്രവാചക തിരുമേനി, ഡീംഡ് യൂണിവേഴ്സിറ്റികൾ കണ്ടിട്ടില്ലാത്ത നമ്മുടെ പ്രവാചക തിരുമേനി, ബാപ്പാനെയും ഉമ്മയോ കണ്ട് സ്നേഹത്തോടു കൂടി ജീവിക്കാൻ അവസരമില്ലാത്ത നമ്മുടെ പ്രവാചക തിരുമേനി, ഒട്ടകത്തിന്റെ സഞ്ചാരത്തിനനുസരിച്ച് ടെന്റ് കെട്ടി ജീവിച്ച അറബുകളിൽ ഒരാളായിരുന്ന പ്രവാചക തിരുമേനി, ശാസ്ത്രാബ്ദങ്ങൾക്ക് ഇപ്പുറത്ത് മോഡേൺ സയൻസ് കണ്ടെത്തിയ എംബ്രിയോളജിയിലെ അത്ഭുതകരമായ ഒരു പരാമർശമാണ് ഇവിടെ നടത്തുന്നത്. എന്ത്? 3 ഇരുട്ടറകൾക്കുള്ളിൽ ഒരു ഘട്ടത്തിന് ശേഷം മറ്റൊരു ഘട്ടമായി നിങ്ങളെ വളർത്തിയവൻ അവനല്ലയോ നിങ്ങളുടെ റബ്ബ്? ആരാ നമ്മുടെ റബ്ബ്? നമുക്ക് കടപ്പാടുണ്ട് ഉമ്മയോട്, ഉപ്പയോട്. എന്താ? ഉമ്മയാ നമ്മളെ വളർത്തിയത്. ശരി, ഉമ്മാനെ തന്നതാരാ? നമ്മളെ സൃഷ്ടിച്ചതാരാ? നമ്മളെ സംവിധാനിച്ചതാരാ? 200 കോടി ബീജഗണങ്ങളിൽ ലക്ഷണമൊത്ത ഒരു ബീജം അണ്ടവുമായി കൂടിച്ചേർന്ന് സൈക്കോട്ടായി. അല്ലേ വിശുദ്ധ ഖുർആൻ പറയാം, സുമ്മ ഖലഖിന നുത്ഫത അലഖ ഫഖലഖിന അലഖത മുദഅ ഫഖലഖിന മുദഅത ഇലാമ ഫകസൗന ഇലാമ ലഹ്മ സുമ്മ അൻശഅനാഹു ഖൽഖൻ നാഹർ ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ സുമ്മ ഇന്നകും ബഅദ ദാലിക ലമയ്യിതൂൻ സുമ്മ ഇന്നകും യൗമൽ ഖിയാമത്തി തുബഅസൂൻ. മനോഹരമായ വിവരണം. അല്ലാഹുവിന്റെ ചോദ്യം എന്താ? അലം യകുൻ നുത്ഫതൻ മിൻ മനിയ്യിൻ. 200 കോടി ബീജഗണത്തിലെ ലക്ഷണമൊത്ത ഒരു ബീജമായിരുന്നില്ലേ നീ? ഇതൊന്നും 6-ാം നൂറ്റാണ്ടിൽ ആർക്കും അറിയില്ലായിരുന്നു.